CBSE 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ഇതാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. ഇതിൽ എക്സസൈസ് 3.6 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു 3 സ്റ്റെപ്പ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. ഇതിലെ ഓരോ ക്വസ്റ്റ്യനും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ പാർട്ടും അതേപോലെ തന്നെ എക്സാമ്പിൾ 19ഉം എക്സാമ്പിൾ 19. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യമായിട്ട് 2-3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ വേറൊരു ഫോർമുല കൂടിയുണ്ട്, അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയാം. ആദ്യമായിട്ട് എന്താണ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം എന്ന് പറയാം. ഒരു നീരൊഴുക്കുണ്ടായിരുന്നു. നീരൊഴുക്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഒഴുക്ക്. സപ്പോസ് ഇതൊരു നദിയാണെന്നിരിക്കട്ടെ. ഇപ്പം നദി തന്നെ വേണമെന്നില്ല, വെള്ളത്തിന്റെ ഒഴുക്കുള്ള ഒരു സ്ഥലം, അത് നദിയോ ചെറിയ ചെറിയ തോടുകളോ ഒക്കെ ആയാലും വെള്ളത്തിന്റെ ഒഴുക്കുണ്ടാവണമെന്ന് മാത്രം. സോ ഇവിടുന്ന് കണ്ടോ, വെള്ളം ഇങ്ങനെ ഒഴുകാണ്, ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ ഒഴുകുകയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ വെള്ളം ഒഴുകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നദി ഇങ്ങോട്ടാണ് ഒഴുകുന്നത്, ഈ ബോട്ട് പോകുന്നതും ഈ ഡയറക്ഷനിൽ തന്നെയാണ്. മനസ്സിലായോ? അതായത് വെള്ളം ഒഴുകുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ ബോട്ടും പോകുന്നത്. മനസ്സിലായോ? വെള്ളം ഇവിടുന്ന് ഇങ്ങനെയാണ് ഒഴുകുന്നത്, ബോട്ടും അതേപോലെ ആ ഒഴുക്കിനനുസരിച്ച് അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ ബോട്ടും പോകുന്നതെന്നിരിക്കട്ടെ. എന്തായിരിക്കും സംഭവിക്കുക? ഈ ബോട്ടിന്റെ സ്പീഡിന്റെ കൂടെ ഈ വെള്ളത്തിന്റെ സ്പീഡും കൂടെ നമുക്ക് കിട്ടും. മനസ്സിലായോ? ഈ വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നു, ഈ വെള്ളത്തിനൊരു സ്പീഡുണ്ട്, അതേപോലെ ബോട്ടും ആ സെയിം ഡയറക്ഷനിൽ തന്നെ പോകുന്നു. മനസ്സിലായോ? ഈ ഒരു ഡയറക്ഷനിലാണ് ബോട്ട് പോകുന്നത്, ഈ ബോട്ടിനും ഒരു സ്പീഡുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഈ വെള്ളത്തിന്റെ സ്പീഡും കൂടെ ആർക്ക് കിട്ടും? ഈ ബോട്ടിന് കിട്ടും. സപ്പോസ് ഈ ബോട്ടിന്റെ സ്പീഡ് x km/h ആണെന്നിരിക്കട്ടെ. ഇതാണ് നമ്മുടെ ബോട്ടിന്റെ സ്പീഡ്. എത്രയാണ്? x km/h ആണ്. ഈ വെള്ളത്തിന്റെ ഒഴുക്കുണ്ടല്ലോ, അതിന്റെ സ്പീഡ് y km/h ആണെന്നിരിക്കട്ടെ. മനസ്സിലായോ? ബോട്ട് താഴോട്ട് പോകുന്നു, ബോട്ടിന്റെ സ്പീഡ് x km/h ആണ്, വെള്ളത്തിന്റെ സ്പീഡ് y km/h ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോട്ടിന്റെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ബോട്ടിന്റെ സ്പീഡിന്റെ കൂടെ ആരും കൂടെ ചേരും? ഈ വെള്ളത്തിന്റെ സ്പീഡും കൂടെ കൂടും. സോ ഈ ബോട്ടിനുണ്ടാകുന്ന നെറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ x+y km/h ആയിരിക്കും. മനസ്സിലായോ? ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം എന്ന്. അതായത് വെള്ളത്തിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ബോട്ടും പോകുന്നത്, വെള്ളത്തിന്റെ സ്പീഡും ബോട്ടിന്റെ സ്പീഡും കൂടെ ചേർന്ന് x+y km/h ആകും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം. അങ്ങനെയാണെങ്കിൽ എന്താണ് അപ്സ്ട്രീം? ഈ അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നമ്മൾ വെള്ളം ഇങ്ങോട്ടാണ് പോകുന്നത്, വെള്ളത്തിന്റെ ഡയറക്ഷൻ ഇതാണ്, പക്ഷെ ബോട്ടിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. മനസ്സിലായോ? വെള്ളം ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനിൽ വെള്ളം ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴുകുന്നു, ബോട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകുന്നു. എന്തായിരിക്കും സംഭവിക്കുന്നത്? സപ്പോസ് ഇവിടെ ബോട്ടിന്റെ സ്പീഡ് x ആണെന്നിരിക്കട്ടെ, ഇവിടെ വെള്ളത്തിന്റെ സ്പീഡ് y ആണെന്നിരിക്കട്ടെ, ഇവിടുത്തെ പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ വെള്ളം ഇങ്ങോട്ടാണ് ഒഴുകുന്നത്, ബോട്ട് അങ്ങോട്ടാണ് ഒഴുകുന്നത്. സോ ബോട്ടിന് കിട്ടേണ്ട നെറ്റ് സ്പീഡ്, റിലേറ്റീവ് സ്പീഡ് കുറയും. ഇവിടെ x+y km/h, ഇവിടെ അത് x-y km/h ആയിരിക്കും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് അപ്സ്ട്രീം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒഴുക്കിന്റെ അതേ ഡയറക്ഷനിൽ ഒഴുക്കിനനുസരിച്ചാണ് ബോട്ട് പോകുന്നതെങ്കിൽ ബോട്ടിന്റെ സ്പീഡ്, റിലേറ്റീവ് സ്പീഡ് കൂടുതലായിരിക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം. ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിന്റെ സ്പീഡ് x+, വെള്ളത്തിന്റെ സ്പീഡ് y, x+y km/h ആയിരിക്കും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് അല്ലെ, വെള്ളത്തിന്റെ ഒഴുക്കിന് എഗൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. വെള്ളം ഇങ്ങോട്ട് പോകുന്നു, ബോട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകുന്നു. ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ x-y ആയിരിക്കും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് അപ്സ്ട്രീം. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് 3-4 കാര്യങ്ങൾ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഈ അപ്സ്ട്രീമും അതേപോലെ തന്നെ ഡൗൺ സ്ട്രീമും. രണ്ടാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയാണ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം എന്നുള്ള ഫോർമുല. ഒരു പക്ഷേ നിങ്ങൾ ഇത് ഫിസിക്സിന്റെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബൈക്കിന്റെ സ്പീഡ് 60 km/h ആണെന്നിരിക്കട്ടെ. മനസ്സിലായോ? നമുക്കറിയാമല്ലോ, ബൈക്ക് ആയാലും കാർ ആണെങ്കിലും സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. നമുക്ക് അതേൽ നമ്മുടെ യാത്ര ചെയ്യുന്ന വണ്ടി എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റും. സപ്പോസ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ബൈക്കിന്റെ സ്പീഡ് 60 km/h ആണെന്നിരിക്കട്ടെ. നമ്മൾ ഈ സ്പീഡിൽ 2 മണിക്കൂർ സഞ്ചരിച്ചെന്നിരിക്കട്ടെ. 2 മണിക്കൂർ. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ
ഈ ഫോർമുല എന്താ പറയുന്നത്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണ്? 60 ഇൻറ്റു ടൈം എത്രയാണ്? 2. ദാറ്റ് ഈസ് നമ്മൾ 2 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം പോകും? 60 ഇൻറ്റു 2 120 കിലോമീറ്റേഴ്സ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഒരു ഫോർമുല, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, ഈ ഒരു ഫോർമുല നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യുക. പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നന്നായിട്ട് ഓർത്തിരിക്കുക. ഈ അപ്സ്ട്രീം, ഡൗൺ സ്ട്രീം, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, ഈ 3 കാര്യങ്ങൾ നന്നായി ഓർത്തെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ നമ്പർ 2ഉം അതേപോലെ ഇതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന എക്സാമ്പിളും സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ശരി, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ 1ാമത്തെ പാർട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ള കാര്യം, ഈ ഡൗൺ സ്ട്രീം എന്നുള്ള കാര്യം, അതേപോലെ അപ്സ്ട്രീം, ഇതിന്റെ 3ന്റെ കൺസെപ്റ്റ് നന്നായിട്ട് ഓർത്തിരിക്കണം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ആ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ലൈൻ കണ്ടോ? റീതു ക്യാൻ ഡ്രോ ഡൗൺ സ്ട്രീം 20 കിലോമീറ്റർ ഇൻ 2 hours എന്നാണ്. എന്ന് വെച്ചാൽ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് തുഴയാൻ പറ്റും. കണ്ടോ, 2 മണിക്കൂർ കൊണ്ട് 20 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോയെന്നാ പറയുന്നത്. മനസ്സിലായോ? ഡൗൺ സ്ട്രീം എത്ര പോയെന്നാ പറയുന്നത്? 20 കിലോമീറ്റേഴ്സ്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 20 കിലോമീറ്റേഴ്സ് പോയി. എത്ര മണിക്കൂർ കൊണ്ട്? കണ്ടോ, റീതു ക്യാൻ ഡ്രോ ഡൗൺ സ്ട്രീം 20 കിലോമീറ്റർ ഇൻ 2 hours അല്ലേ? ടൈം എത്രയാണ്? 2 മണിക്കൂർ കൊണ്ട് ഡൗൺ സ്ട്രീം, അതായത് വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് 2 മണിക്കൂർ കൊണ്ട് 20 കിലോമീറ്റർ തുഴയാൻ റീതുവിന് പറ്റി. അതേപോലെ തന്നെ അപ്സ്ട്രീം 4 കിലോമീറ്റർ ഇൻ 2 hours. മനസ്സിലായോ? എന്താണ് അപ്സ്ട്രീം? വെള്ളത്തിന്റെ ഒഴുക്കിനെതിരെ പോവുക. വെള്ളം ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നു, ബോട്ട് അല്ലെ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു. ഇതിനാണ് നമ്മൾ അപ്സ്ട്രീം പറയുന്നത്. സോ അപ്സ്ട്രീം എത്ര കിലോമീറ്റർ പോയെന്നാ പറയുന്നത്? 4 കിലോമീറ്റർ. സോ ഡിസ്റ്റൻസ് എത്രയാണ്? 4 കിലോമീറ്റർ ഇൻ എത്ര മണിക്കൂർ? എത്രയാണ് സമയം? 2 hours. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് റോയിങ് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് ദ സ്പീഡ് ഓഫ് ദ കറന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ബോട്ടിന്റെ സ്പീഡ് x എന്നും, ഇവിടെ ബോട്ടല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ റോയിങ് തുഴയുന്നതിന്റെ സ്പീഡാണ്. ശരിക്കും തുഴയുന്നതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാലും ബോട്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആണല്ലോ. സോ തുഴയുന്നതിന്റെ സ്പീഡ് x എന്ന് എടുക്കണം. സ്പീഡ് ഓഫ് ദ കറണ്ട് എന്താണ് ആ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്? എന്താ സ്പീഡ് ഓഫ് ദ കറണ്ട് എന്ന് പറഞ്ഞാൽ? സ്പീഡ് ഓഫ് ദ കറണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്പീഡ് ഓഫ് ദ വാട്ടർ തന്നെ. മനസ്സിലായത്? നമ്മുടെ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ സ്പീഡ്, അതിനാണ് നമ്മൾ ഈ സ്പീഡ് ഓഫ് ദ കറണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ സ്പീഡ് ഓഫ് ദ വാട്ടർ എന്ന് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം തുഴയുന്നതിന്റെ സ്പീഡും കണ്ടുപിടിക്കണം, ഈ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ സ്പീഡും കണ്ടുപിടിക്കണം. ശരി, നമ്മൾ ഇവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട് സ്പീഡ് ഓഫ് റോയിങ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു? x കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. അതേപോലെ സ്പീഡ് ഓഫ് ദ കറണ്ട് നമ്മൾ അതും എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ വെള്ളത്തിന്റെ സ്പീഡ്. ഏതായിരുന്നത്? y കിലോമീറ്റർ പെർ അവർ. പിന്നെ സ്പീഡ് ഡൗൺ സ്ട്രീം ഞാൻ നേരത്തെ പറഞ്ഞു. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ബോട്ട് തുഴയുന്നതിനാണ്. വെള്ളം ഒഴുകുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ബോട്ട് തുഴയുന്നതിന് പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം. ബോട്ടിന്റെ സ്പീഡ് എക്സും വെള്ളത്തിന്റെ സ്പീഡ് വൈയും ആണെങ്കിൽ സ്പീഡ് ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ x+y കിലോമീറ്റർ പെർ അവർ ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സ്പീഡ് ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ x+y കിലോമീറ്റർ പെർ അവർ അല്ലേ? ഇതേപോലെ സ്പീഡ് അപ്സ്ട്രീം എന്തായിരിക്കും? വെള്ളത്തിന്റെ ഡയറക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ, ഒഴുക്കിനെതിരെ നീന്തുന്നതിനാണ് നമ്മൾ സ്പീഡ് അപ്സ്ട്രീം എന്ന് പറയുന്നത്. ബോട്ടിന്റെ സ്പീഡ് എക്സും വെള്ളത്തിന്റെ സ്പീഡ് വൈയും ആണെങ്കിൽ സ്പീഡ് അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ x-y കിലോമീറ്റർ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയുമാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ബാക്കി കാര്യങ്ങളിലോട്ട് പോകേണ്ടത്. എന്താണ് അവർ ചോദിച്ചിരുന്നത്? ഫൈൻഡ് ദ സ്പീഡ് ഓഫ് എ റോയിങ് ആൻഡ് സ്പീഡ് ഓഫ് ദ കറണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ഈ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ശരി, നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല ഇവിടെ നമുക്ക് ആവശ്യം വരും. ആ ഫോർമുല എന്ത് വരുന്നു? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അതാണ് നമ്മുടെ ഫോർമുല. സോ ഡൗൺ സ്ട്രീമിന്റെ കേസ് എടുത്തേ. എത്ര ആയിരുന്നു അവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്? 20 കിലോമീറ്റർ അല്ലേ? സോ ഡിസ്റ്റൻസ് എത്രയാണ്? 20 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു സ്പീഡ്. ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, സ്പീഡ് ഡൗൺ സ്ട്രീം എത്ര ആയിരുന്നത്? x+y ഇൻറ്റു ടൈം അല്ലേ? ഡൗൺ സ്ട്രീമിന്റെ ടൈം എത്ര നേരം കൊണ്ടാണ് 20 കിലോമീറ്റർ തുഴഞ്ഞത്? 2 hours എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ടൈം എത്രയാണ്? 2. രണ്ട് സൈഡും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമോ? കണ്ടോ, ഇവിടെ 2ഉം ഇവിടുത്തെ 20 കട്ടായി 10 വരും. ദാറ്റ് ഈസ് x+y ഈസ് ഈക്വൽ ടു 10. നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് അപ്സ്ട്രീമിന്റെ കേസ് എടുക്കാം. എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു അപ്സ്ട്രീമിൽ? ക്വസ്റ്റ്യന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഫസ്റ്റ് ലൈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 4 കിലോമീറ്റർ അപ്സ്ട്രീം അല്ലേ? സോ ഡിസ്റ്റൻസ് എത്രയാണ്?
4 kilometer is equal to speed. അപ്സ്ട്രീമിന്റെ സ്പീഡ് എത്ര? x minus y into time. ടൈം എത്രയാണെന്ന് പറഞ്ഞു? 2 hours അല്ലേ? ക്വസ്റ്റ്യനിൽ അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലൈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ടോ? ആൻഡ് അപ്സ്ട്രീം 4 kilometer in 2 hours. ഇവിടെ തൊട്ട് മുമ്പത്തെ പോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. സോ ഇവിടെ എന്ത് കിട്ടി? x minus y is equal to 2, ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ മതി നമുക്ക് എക്സിന്റെ വൈയുടെ ആൻസർ കിട്ടാൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ്, എലിമിനേഷനോ സബ്സ്റ്റിറ്റ്യൂഷനോ ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി നമുക്ക് സോൾവ് ചെയ്താൽ മതി. നമുക്ക് ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 ആൻഡ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 2. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കൂട്ടാം. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് 2, ഇത് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ ഇക്വേഷൻസ് ഒന്ന് കൂട്ടിക്ക്. എക്സ് പ്ലസ് എക്സ് എത്രയാണ്? 2x. അതേപോലെ വൈ പ്ലസ് വൈ മൈനസ് വൈ, അത് ക്യാൻസൽ ആയി പോകും. ഈക്വൽസ് 10 പ്ലസ് 2 12. സോ 2x ഈസ് ഈക്വൽ ടു 12 ആണല്ലോ. therefore x ഈസ് ഈക്വൽ ടു 12/2. എത്ര? 12/2 6. ഈ എക്സിന്റെ വാല്യൂ എടുത്ത് ഏതെങ്കിലും ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 കൊടുത്താൽ മതി, നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. സോ ഞാൻ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് എക്സ് എത്രയാണ്? 6 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 അല്ലേ? ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു 10 മൈനസ് 6 ഈസ് ഈക്വൽ ടു 4. എക്സിന്റെ വാല്യൂ 6 കിട്ടി, വൈയുടെ വാല്യൂ 4 കിട്ടി. സോ നമ്മളോട് ചോദിച്ചത് സ്പീഡ് ഓഫ് ഫ്ലോയിങ്ങും സ്പീഡ് ഓഫ് കറണ്ടുമാണ്. അത് എക്സും വൈയും ആയിരുന്നു. എക്സിന്റെ വൈയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഒന്ന് എടുത്തെഴുതാം. therefore സ്പീഡ് ഓഫ് ഫ്ലോയിങ് എത്രയായിരുന്നു? സ്പീഡ് ഓഫ് ഫ്ലോയിങ് എക്സ് എത്രയാണ്? 6 km/h അല്ലേ? ആൻഡ് സ്പീഡ് ഓഫ് കറണ്ട് എത്രയാണ്? വൈ എത്രയായിരുന്നു? 4 km/h. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എക്സാമ്പിൾ 19 ആണ് ഈ ചാപ്റ്ററിലെ. നമ്മൾ തൊട്ടു മുൻപ് ചെയ്ത അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ആ സെയിം കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് തൊട്ടു മുമ്പത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ച അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും ഉപയോഗിച്ചിട്ടാണ് ഈ എക്സാമ്പിൾ 19 ചെയ്യുന്നത് പറഞ്ഞല്ലോ. തൊട്ടു മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലല്ല, ഇത് വളരെയധികം ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വളരെയധികം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡൗൺ സ്ട്രീമിന്റെ കാര്യങ്ങളും അപ്സ്ട്രീമിന്റെ കാര്യങ്ങളും നന്നായിട്ട് ഓർമ്മയിൽ വെച്ചിരിക്കണം. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം, ഈ ഒരു ഫോർമുല നിങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഒരു കാര്യം കൂടെ, നമുക്ക് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം എന്നുള്ള ഈ ഒരു ഫോർമുലയില്ലേ, ഈ ഫോർമുലയിൽ നിന്ന് സപ്പോസ് ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എങ്ങനെയായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുക? ടൈം ഈസ് ഈക്വൽ ടു അല്ലേ, ഈ സ്പീഡ് നിങ്ങൾ താഴെ കൊണ്ടുവരണം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഇങ്ങനെ നമുക്ക് ഈ ഫോർമുല എഴുതാൻ പറ്റും. നമ്മൾ ഇന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ഈ ഒരു സംഗതി നമുക്ക് ആവശ്യമുണ്ട്. ശരി, നിങ്ങൾ ആ എക്സാമ്പിൾ 19 ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണം. വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 പാർട്ടായിട്ട് മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ ലൈനിനെ ഫസ്റ്റ് പാർട്ടായിട്ടും സെക്കൻഡ് ലൈനിനെ സെക്കൻഡ് പാർട്ടായിട്ടും എടുത്തിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോട്ടിന്റെ സ്പീഡ് എക്സ് എന്നും, നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ ബോട്ടിന്റെ സ്പീഡ് എക്സ് എന്നും, അതേപോലെ തന്നെ സ്പീഡ് ഓഫ് ദ കറണ്ട് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ സ്ട്രീം വൈ എന്നും എടുക്കുക. അതേപോലെ സ്പീഡ് ഡൗൺ സ്ട്രീമും സ്പീഡ് അപ് സ്ട്രീമും നമ്മളൊന്ന് എഴുതി വെക്കണം പേപ്പറിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് ഓഫ് ദ ബോട്ടും അതേപോലെ സ്പീഡ് ഓഫ് ദ കറണ്ട് എന്നോ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്നോ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ വാട്ടർ എന്നോ ഒക്കെ നമുക്ക് എഴുതാം. ഈസ് ഈക്വൽ ടു y km/h എഴുതിയിട്ടുണ്ട്. സ്പീഡ് അപ് സ്ട്രീം എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. സ്പീഡ് ഡൗൺ സ്ട്രീം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ആ ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ ലൈൻ ഒന്ന് വായിച്ചേ. എ ബോട്ട് ഗോസ് 30 km upstream and 44 km downstream in 10 hours. മനസ്സിലായോ? സോ ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനിലാണ് വെള്ളം ഒഴുകുന്നിരിക്കട്ടെ, മനസ്സിലായില്ലേ? ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നിരിക്കട്ടെ. എന്താണ് ഫസ്റ്റ് ലൈൻ പറഞ്ഞത്? എ ബോട്ട് ഗോസ് 30 km upstream അല്ലേ? ഒരു ബോട്ട് എന്ത് ചെയ്തു? അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒഴുക്കിനെതിരെ പോവുക. അപ്പം വെള്ളം ഇവിടുന്ന് ഇങ്ങോട്ടായിരുന്നു ഒഴുകുന്നത്. നമ്മുടെ ബോട്ട് എങ്ങനെ പോകുന്നത്? ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനിൽ ബോട്ട് എത്ര കിലോമീറ്റർ പോയെന്നാ പറയുന്നത്? 30 km അപ്സ്ട്രീം പോയി അല്ലേ? എന്നിട്ടോ ആൻഡ് 44 km ഡൗൺ സ്ട്രീം ഇൻ 10 hours അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് പോയി. അത് മാത്രമല്ല ഇവിടുന്ന് തിരിച്ചു വന്നല്ലേ?
തിരിച്ചിങ്ങോട്ട് വന്നു. എത്ര കിലോമീറ്റർ വന്നു? 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ഒഴുക്കിന് അനുകൂലമായി അല്ലെ, ഒഴുക്കിനൊത്ത് അല്ലെങ്കിൽ ഒഴുക്കിന്റെ അതേ ഡയറക്ഷനിൽ ഒഴുക്കിനനുസരിച്ച് ബോട്ട് എത്ര കിലോമീറ്റർ വന്നു? 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം വന്നു അല്ലേ. അതേപോലെ 30 കിലോമീറ്റർ അപ്സ്ട്രീമും പോയി. ഇത് രണ്ടും കൂടെ ചേർത്ത്, അതായത് അപ്സ്ട്രീം പോകാനും അതേപോലെ ഡൗൺ സ്ട്രീം വരാനും ഈ രണ്ടും കൂടെ ചേർത്ത് എത്ര മണിക്കൂർ എടുത്തെന്നാ പറയുന്നത്? 10 hours എടുത്തുന്ന. മനസ്സിലായോ? എന്ന് വെച്ചാൽ അപ്സ്ട്രീം പോകാനുള്ള സമയം പ്ലസ് ഡൗൺ സ്ട്രീം വരാനുള്ള സമയം, ഇത് രണ്ടും കൂടെ ചേർത്ത് എത്ര നേരം എടുത്തെന്നാ പറഞ്ഞത്? 10 hours എടുത്തെന്നാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളോട്, ഈ ഫസ്റ്റ് ലൈൻ നമ്മളോട് പറയുന്നത്. നമുക്ക് ആദ്യം ഇതിനെ കേസ് 1 ആയിട്ട് എടുക്കാം. സോ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം എത്ര സമയം എടുത്തെന്നാ പറഞ്ഞത്? 10 hours എടുത്തെന്നല്ലേ പറഞ്ഞത്. സോ നമ്മൾ ഇതിനെ കേസ് 1 ആയിട്ട് എടുക്കാം. എന്തായിരുന്നു ഫസ്റ്റ് കേസ് നമ്മളോട് പറഞ്ഞത്? എ ബോട്ട് ഗോസ് 30 കിലോമീറ്റർ അപ്സ്ട്രീം അല്ലേ. സോ മുകളിലോട്ട് പോകാൻ അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ എത്ര ദൂരം പോയി? 30 കിലോമീറ്റർ പോയി. നമുക്കതൊന്ന് എഴുതാമല്ലോ. എത്ര ആയിരുന്നു അപ്സ്ട്രീമിന്റെ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 30 കിലോമീറ്റർ അല്ലേ. അതേപോലെ തന്നെ സ്പീഡ്, അപ്സ്ട്രീമിന്റെ സ്പീഡ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. എത്ര ആയിരുന്നത്? സ്പീഡ് ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ എഴുതിയിരുന്നു, സ്പീഡ് ഈസ് ഈക്വൽ ടു x-y കിലോമീറ്റർ പെർ അവർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല ഏതാ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ? 30 ഈസ് ഈക്വൽ ടു സ്പീഡ്. സ്പീഡ് എത്രയാണ്? x-y ഇൻറ്റു ടൈം. ടൈമിനെ നമുക്ക് t എന്ന് വിളിക്കാം. സോ ഇവിടെ നമുക്ക് ടൈം കിട്ടുമോ? ടൈം ഈസ് ഈക്വൽ ടു എത്ര വരും? 30/x-y. മനസ്സിലായോ? ഇത് എന്തിന്റെ സമയമാണ്? ഈ ബോട്ട് അപ്സ്ട്രീം പോയതിന്റെ സമയമാണ്. എത്ര? 30/x-y. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ. എത്രയാണ് ഡിസ്റ്റൻസ്? 30 കിലോമീറ്റർ. സ്പീഡ് ഉണ്ട്, ടൈമിന് t എന്ന് കൊടുത്തു. സോ t ഈസ് ഈക്വൽ ടു 30/x-y. നമുക്കൊന്ന് എഴുതാമല്ലോ. therefore t ഈസ് ഈക്വൽ ടു 30/x-y. ഇതാണ് നമ്മുടെ ടൈം. ഇത്രയും അവേഴ്സ് ആണ്, ഇത്രയും മണിക്കൂർ. അപ്പൊ നമ്മള് അപ്സ്ട്രീമിന്റെ സമയമല്ലേ, വേണമെങ്കിൽ നമുക്ക് ഇതിനെ tu എന്ന് കൊടുത്തു. ഇതിന്റെ അർത്ഥം അപ്സ്ട്രീം പോകാൻ എടുത്ത സമയം എത്രയാണ്? 30/x-y. ഇതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ ബാക്കിയായിട്ട് പറയുന്നു. എ ബോട്ട് ഗോസ് 30 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം എന്നാ പറഞ്ഞേക്കുന്നത്. സോ ഡൗൺ സ്ട്രീം എത്ര കിലോമീറ്റർ വന്നു? ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് എത്ര കിലോമീറ്റർ വന്നു? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 44 കിലോമീറ്റർ അല്ലേ. എത്ര ആയിരുന്നു ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ്? നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. സ്പീഡ് ഡൗൺ സ്ട്രീം എത്രയാണത്? x+y അല്ലേ. x+y കിലോമീറ്റർ പെർ അവർ. അങ്ങനെയാണെങ്കിൽ ടൈം എത്ര ആയിരിക്കും എടുക്കുക? ഈ സെയിം ഫോർമുല, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടൈം അല്ലേ. ഡിസ്റ്റൻസ് എത്ര ആയിരുന്നു? 44 ഈസ് ഈക്വൽ ടു സ്പീഡ്. എത്ര ആയിരുന്നു ഇവിടെ സ്പീഡ്? നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്പീഡ് ഈസ് ഈക്വൽ ടു x+y ഇൻറ്റു ടൈം. ടൈം കണ്ടുപിടിക്കാമോ? ടൈം ഈസ് ഈക്വൽ ടു 44/x+y. സോ നമുക്ക് എന്ത് എഴുതാം? ടൈം ഈസ് ഈക്വൽ ടു 44/x+y. ഇത് എഴുതുന്ന കൂട്ടത്തിൽ ഇത് ഡൗൺ സ്ട്രീമിന്റെ സമയമല്ലേ. ഈ ഒഴുക്കിനനുസരിച്ച് ഈ ബോട്ട് വന്നതിന്റെ സമയമാണല്ലോ, അതാണല്ലോ ഡൗൺ സ്ട്രീം. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ TD എന്ന് എഴുതാം. മനസ്സിലായോ? സോ അപ്സ്ട്രീം പോകാൻ എടുത്ത സമയം എത്രയാണ്? 30/x-y. ഡൗൺ സ്ട്രീം വരാൻ എടുത്ത സമയം എത്രയാണ്? 44/x+y. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഈ അപ്സ്ട്രീം പോകാനുള്ള സമയം പ്ലസ് ഡൗൺ സ്ട്രീം വരാനുള്ള സമയം, ഇത് രണ്ടും കൂടെ ചേർന്ന് എത്ര മണിക്കൂറാണെന്നാ പറഞ്ഞത്? 10 hours ആണെന്നാണ് ആ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എ ബോട്ട് ഗോസ് 30 കിലോമീറ്റർ അപ്സ്ട്രീം അല്ലേ ആൻഡ് 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ എത്ര അവേഴ്സ്? 10 hours. സോ ഇതിന്റെ അർത്ഥം എന്താ? അപ്സ്ട്രീം പോകാൻ എടുത്ത സമയം പ്ലസ് ഡൗൺ സ്ട്രീം പോകാൻ എടുത്ത സമയം രണ്ടും കൂടെ ചേർന്ന് എത്ര മണിക്കൂറാണ്? 10 hours ആണ്. ദാറ്റ് ഈസ് അപ്സ്ട്രീം പോകാൻ എടുത്ത സമയം പ്ലസ് അല്ലേ ഡൗൺ സ്ട്രീം വരാനെടുത്ത സമയം രണ്ടും കൂടെ ചേർന്ന് എത്ര മണിക്കൂറാണ്? 10 hours. സോ ടൈം അപ്സ്ട്രീം അല്ലേ, അപ്സ്ട്രീം പോകാൻ എടുത്ത സമയം എത്ര ആയിരുന്നത്? നമ്മൾ നേരത്തെ എഴുതി 30/x-y പ്ലസ് ഡൗൺ സ്ട്രീം വരാനെടുത്ത സമയം എത്രയാണ്? 44
എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്രന്ന് 10. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കണം. ഇതേപോലെ തന്നെയാണ് ഇതിന്റെ സെക്കൻഡ് ലൈൻ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആണ്. നമുക്കതൊന്ന് നോക്കാം. ഇനി ആ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് ലൈൻ ഒന്ന് വായിച്ചേ. ഇൻ 13 hours അല്ലെ, എത്ര മണിക്കൂർ കൊണ്ട്? 13 മണിക്കൂർ കൊണ്ട്. ഇൻ 13 hours എന്ത് സംഭവിച്ചു? ഇറ്റ് ക്യാൻ ഗോ 40 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 55 കിലോമീറ്റർ ഡൗൺ സ്ട്രീം. സോ നമ്മൾ ഇവിടെ ചെയ്ത അതേ കാര്യം ഇവിടെയും ചെയ്യണം. അപ്പൊ എന്തുവാ പറഞ്ഞത്? 13 മണിക്കൂർ കൊണ്ട് 13 hours കൊണ്ട് എന്ത് സംഭവിച്ചു? ഇറ്റ് ക്യാൻ ഗോ 40 കിലോമീറ്റർ അപ്സ്ട്രീം അല്ലെ. അപ്സ്ട്രീം എത്ര കിലോമീറ്റർ പോകാൻ പറ്റി? 40 കിലോമീറ്റേഴ്സ് പോയി. അതേപോലെ തന്നെ ഡൗൺ സ്ട്രീം എത്ര കിലോമീറ്റർ പോയി? 55 കിലോമീറ്റേഴ്സ് പോകാൻ പറ്റി എന്നാണ് പറഞ്ഞത്. സോ ഇവിടെ ചെയ്ത അതേ സ്റ്റെപ്പ്. അപ്പൊ അപ്സ്ട്രീമിന്റെ സ്പീഡ് എത്ര ആയിരുന്നു? നമ്മൾ നേരത്തെ എഴുതി. സ്പീഡ് അപ്സ്ട്രീം എത്രയാണ്? എക്സ് മൈനസ് വൈ കിലോമീറ്റർ അല്ലെ. എക്സ് മൈനസ് വൈ കിലോമീറ്റർ പെർ അവർ. സോ ടൈം എത്രയാണ്? നമ്മൾ ഇവിടെ സ്മോൾ ടി ഇല്ലായിരുന്നു, അവിടെ ക്യാപിറ്റൽ ടി. ടൈം അപ്സ്ട്രീം എത്ര വരും? ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഫോർമുലയാണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. നമ്മൾ ഇവിടെ ചെയ്ത അതേ ഫോർമുലയാണ് ഇവിടെ നമ്മൾ ചെയ്തില്ലേ. സോ ടൈം എത്ര ആയിരിക്കും? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ആ ഫോർമുല വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ എഴുതിയത്. അതേ കാര്യം വളരെ എളുപ്പത്തിൽ എഴുതാമല്ലോ. സോ ടൈം എത്ര ആയിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എത്ര വരും? 40 ബൈ എക്സ് മൈനസ് വൈ അല്ലേ, അവേഴ്സ്. അതേപോലെ തന്നെ ഡൗൺ സ്ട്രീമിന്റെ ഡിസ്റ്റൻസ് എത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? 55 കിലോമീറ്റർ. ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ കിലോമീറ്റർ പെർ അവർ അല്ലേ. സോ ടൈം എത്ര ആയിരിക്കും? ടൈം ഫോർ ഡൗൺ സ്ട്രീം അല്ലേ. ടൈം ഫോർ ഡൗൺ സ്ട്രീം എത്ര ആയിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ, 55 ബൈ എക്സ് പ്ലസ് വൈ. സോ രണ്ടാമത്തെ ലൈൻ നമ്മളോട് പറഞ്ഞത് 13 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം പോകുമെന്ന്? 40 കിലോമീറ്റർ അപ്സ്ട്രീമും 55 കിലോമീറ്റർ ഡൗൺ സ്ട്രീമും വരുമെന്ന്. സോ അപ്സ്ട്രീം പോകാനുള്ള സമയം പ്ലസ് ഡൗൺ സ്ട്രീം വരാനുള്ള സമയം. സോ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അപ്സ്ട്രീം വരാനുള്ള സമയം പ്ലസ് ഡൗൺ സ്ട്രീം വരാനുള്ള സമയം എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 13 മണിക്കൂറാണെന്നാ പറഞ്ഞത്. സോ ടൈം അപ്സ്ട്രീം പ്ലസ് അല്ലെ, അപ്സ്ട്രീം പോകാനുള്ള സമയം പ്ലസ് ഡൗൺ സ്ട്രീം വരാനെടുത്ത സമയം എത്രയാണ്? 13 hours ആണ്. എത്ര ആയിരുന്നു ടൈം അപ്സ്ട്രീം? നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 40 ബൈ എക്സ് മൈനസ് വൈ പ്ലസ് പിന്നെ 55 ബൈ എക്സ് പ്ലസ് വൈ. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പം എത്ര വരും? 13 വരും. നമ്മൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 2 വിളിക്കുക. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിറ്റർമൈൻ ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം അല്ലെ. സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ കറണ്ട് വൈ അല്ലെ, ആൻഡ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് അല്ലെ, എക്സ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയുമാണ്. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണം. ഈ ഫോമിൽ വരുന്ന രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. എക്സസൈസ് 3.6ന്റെ ഫസ്റ്റ് പാർട്ട്. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നേരത്തെ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ അവസരത്തിൽ തന്നെ അത് പഠിക്കണം. ശരി, അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. യു ഇസ് ഈക്വൽ ടു യുവിന് എന്ത് കൊടുക്കാം? 1 ബൈ എക്സ് മൈനസ് വൈ കൊടുക്കാം. അതേപോലെ വി ഇസ് ഈക്വൽ ടു വിക്ക് എന്ത് കൊടുക്കാം? 1 ബൈ എക്സ് പ്ലസ് വൈ കൊടുക്കാം. സോ ഈ ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെ വരും? ഇക്വേഷൻ നമ്പർ 1 30 അല്ലേ, 30u പ്ലസ് 44v അല്ലേ, 1 ബൈ എക്സ് പ്ലസ് വൈ അല്ലേ, v is equal to 10 വരും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് വരും? 40u പ്ലസ് 55v is equal to 30. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷനെ, ഈ ഫസ്റ്റ് ഇക്വേഷൻ, ഈ മുകളിലത്തെ ഇക്വേഷനെ എല്ലാ ടേമിലും വേണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷൻ അങ്ങ് ചെറുതായി പോകും. എല്ലാ ടേമിനെയും 2 കൊണ്ട്. സോ 30 by 2 എത്ര വരും? 15u പ്ലസ് 44 by 2 22v is equal to 10 by 2 5. താഴത്തെ ഇക്വേഷൻ അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ ഒന്നുമില്ല, അതിനെ അതേപോലെ എഴുതുക. 40u പ്ലസ് 55v is equal to 30. ഇക്വേഷൻ നമ്പർ 3 എന്നും ഇക്വേഷൻ നമ്പർ 4 എന്നും കൊടുക്കാം. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് യുവിന്റെയും വിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. അപ്പൊ
ഇപ്പൊ ടെക്സ്റ്റിൽ ഇവർ ചെയ്തേക്കുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. കഴിഞ്ഞ വർഷം അവര് സിലബസിൽ നിന്ന് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എടുത്ത് മാറ്റിയായിരുന്നു. ഈ പ്രാവശ്യത്തെ കാര്യം ഇതുവരെ അറിയിച്ചിട്ടില്ല. നമുക്ക് വേറെ 2 മെത്തേഡ്സ് അറിയാമല്ലോ, എലിമിനേഷൻ മെത്തേഡും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും. ഇതിലെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ഈ 2 ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ഞാൻ എലിമിനേഷൻ മെത്തേഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വിയുടെ ടേം തമ്മിൽ സെയിം ആക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പം ഈ മൂന്നാമത്തെ ഇക്വേഷനെ നമുക്കൊരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4ാമത്തെ ഇക്വേഷനെ നമുക്കൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. 3ാമത്തെ ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും? 75u പ്ലസ് അല്ലെ 5 കൊണ്ട് 22നെ മൾട്ടിപ്ലൈ ചെയ്യുക 110v is equal to 5 into 5 25. അതേപോലെ തന്നെ 4ാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 2 into 40 80u plus 2 into 55 110v is equal to 2 into 13 26. കണ്ടില്ലേ, ഈ വിയുടെ ടേം തമ്മിൽ സെയിം ആയിട്ട് വന്നു. സോ സബ്ട്രാക്ട് ചെയ്യുക 75 minus 80 minus 5u plus 110 minus 110 ക്യാൻസൽ ആകും. 25 minus 26 minus 1. So u is equal to minus 1 by minus 5 is equal to 1 by 5. യുവിന്റെ വാല്യൂ കിട്ടി. സോ ഈ യുവിന്റെ വാല്യൂ എടുത്ത് ഇതിൽ ഏതെങ്കിലും ഇക്വേഷൻ ഇട്ട് കൊടുക്കുക, നമുക്ക് വിയുടെ വാല്യൂ കിട്ടും. ഞാൻ ഇക്വേഷൻ നമ്പർ 3യിൽ ഈ യുവിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇക്വേഷൻ നമ്പർ 3 എത്ര വരും? 15 into u. യു എത്ര ആയിരുന്നു? 1 by 5 plus 22v is equal to 5 അല്ലേ? 5ഉം 15ഉം ക്യാൻസൽ ആയി 3. സോ 22v is equal to 5. ഈ 3 അപ്പുറത്ത് പോകട്ടെ. minus 3 is equal to 2. സോ v is equal to 2 by 22 is equal to 1 by 11. യുവിന്റെയും വിയുടെയും വാല്യൂ കിട്ടി. നമുക്ക് ശരിക്കും യുവും വിയും നമ്മൾ ഇവിടെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു യു? 1 by x minus y is equal to u എന്നാ പറഞ്ഞത്. യു എത്ര ആയിരുന്നു? 1 by 5 and 1 by x plus y is equal to v എന്നാ പറഞ്ഞത്. v എത്രയാണ്? 1 by 11. നമ്മൾ പഴയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 2 സൈഡും റെസിപ്രോക്കൽ എടുക്കണം. സോ x minus y is equal to 5 and x plus y is equal to 2 സൈഡും റെസിപ്രോക്കൽ എടുക്കുക 11 വരും. ഈ 2 ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്യുക. x minus y is equal to 5 and x plus y is equal to 11. ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുക അല്ലെ, 2 ഇക്വേഷൻസും കൂടെ കൂട്ടുക. എത്ര വരും? x plus x 2x. ഇവിടെ minus y plus y ക്യാൻസൽ. 11 plus 5 എത്ര വരും? 16. സോ x എത്ര ആയിരിക്കും? 16 by 2 is equal to 8 കിട്ടി. എക്സിന്റെ വാല്യൂ കിട്ടിയെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കാം. എക്സ് എത്ര ആയിരുന്നു? 8 പ്ലസ് y is equal to 11. സോ y is equal to 11 minus 8 എത്രയാണ്? 3. സോ എക്സിന്റെ വാല്യൂ കിട്ടി, വൈയുടെ വാല്യൂ കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നു? സ്പീഡ് ഓഫ് ദ സ്ട്രീം ചോദിച്ചിരുന്നു. അതേപോലെ സ്പീഡ് ഓഫ് ദ ബോട്ട് ചോദിച്ചു. സ്പീഡ് ഓഫ് ദ സ്ട്രീം അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ കറണ്ട് എന്ന് പറഞ്ഞാൽ y ആണ്, അത് നമുക്ക് ഇവിടെ കിട്ടി. സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ x ആണ്, അതും കിട്ടി. അത് നമുക്കൊന്ന് എടുത്തെഴുതാം. സോ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഇസ് ഈക്വൽ ടു എത്രയായിരുന്നു? സ്പീഡ് ഓഫ് ദ സ്ട്രീം y അല്ലേ? y എത്രയാണ്? 3 km/h അല്ലേ? ആൻഡ് സ്പീഡ് ഓഫ് ദ ബോട്ട് എത്രയായിരുന്നു? x അല്ലായിരുന്നു? x എത്രയാണ്? 8 km/h. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നന്നായിട്ട് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ആക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ ഇരിക്കുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേറെ ചെയ്ത് പഠിക്കണം. സോ 2 ക്വസ്റ്റ്യൻ ഇന്ന് ചെയ്തിട്ടുള്ളൂ. അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ നന്നായിട്ട് കണ്ട് നന്നായിട്ട് മനസ്സിലാക്കി എഴുതി തന്നെ ചെയ്ത് പഠിക്കണം.